ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സാംസങ്ങിൻ്റെ ഗാലക്സി A16 5G A16 ആണ്. ഞാൻ പറയുന്ന സമയത്ത് ആ ഒരു 16 ഒക്കെ ഇടയ്ക്ക് മാറിപ്പോകാറുണ്ട്. ഒട്ടുമിക്ക വീഡിയോസിൻ്റെ കമൻസിലും അത് വരാറുണ്ട്. സോ നാക്ക് ബിടടെ അങ്ങനെ ചിലപ്പോൾ സമയത്ത് അങ്ങനെ വന്ന് പോകുന്നതാണ്, സോറി. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യും. അങ്ങനെ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ പറ്റാറുണ്ട്, ചിലപ്പോൾ ഇതിലും വേണമെങ്കിൽ പറ്റാൻ ചാൻസൊക്കെ ഉണ്ട്. 16 അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പേ ഇറക്കിയ ഫോൺ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയതല്ല. റീസെൻ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ മിനിയാന്ന് ഇറങ്ങിയതല്ല, കുറച്ച് ഒരു 2 ആഴ്ച മുമ്പേയൊക്കെ ഇറങ്ങിയ ഒരു മോഡലാണ്. അപ്പം A16 5G ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് 8GB 128GB വേരിൻ്റെ പ്രൈസ് 17,739 രൂപയാണ്. അത് ഏത് കണക്കാണെന്ന് അറിയില്ല, എന്നാലും 17,740 രൂപയാണ് ഇതിൻ്റെ ഒരു 128GB പ്രൈസ്. ആമസോണിലൊന്നും സ്റ്റോക്കായിട്ട് കാണുന്നില്ല, ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ സാംസങ്ങിൻ്റെ ഷോപ്പിലും ഉണ്ട്, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ആ ഒരു വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലൊക്കെ അത് അവൈലബിൾ ആണ്. സോ 17,700 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ്. A സീരീസ് ഫോൺസ് ആണ്. സോ ആ രീതിയിൽ മാത്രം കാണാം. ഇതിൻ്റെ ഒരു ബേസിക്കലി ഡിസൈൻ പറയുകയാണെങ്കിൽ ആംബുലൻസ് തോന്നാം. 1 മിനിറ്റ് പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ സാംസങ്ങിൻ്റെ S സീരീസിലൊക്കെ ഉള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനും വരുന്നത്. ബട്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്, ഗ്ലാസ്സോ അലുമിനിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു സാംസങ് ഫോണാണ്. ബട്ട് ക്യാമറ മൊഡ്യൂളൊക്കെ സെയിം ചെത്ത് വെച്ച്, അതായത് ഈ ഇത്രയും പൈസ കൊടുത്ത് ബാക്കി S സീരീസൊക്കെ ഫോൺസ് വാങ്ങുന്നവരെല്ലാം അല്ലേ, ഒരു മര്യാദയൊക്കെ വേണ്ടേ. ഈ ഒരു പ്രൈസ് കുറഞ്ഞ ഫോണിനും ഈ സെയിം ക്യാമറ മൊഡ്യൂളൊക്കെ ഇറക്കുന്നത് ഭയങ്കര ബോറാണ് സാംസങ്. കാരണം എല്ലാ മോഡലും ഇവർക്ക് വേറെ ഡിസൈനൊക്കെ ആക്കിക്കൂടെ. ഇതെല്ലാ ഫോണിനും സെയിം ക്യാമറ മൊഡ്യൂൾ. അത് കണ്ടു കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ചില കളറൊക്കെ ഉണ്ട്, ക്രീം കളറൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെയിം S സീരീസ് ഫോൺ തന്നെയാണ്, യാതൊരു ഡിഫറൻസും ഇല്ല. S24 ഒക്കെ ആയിട്ട് കാരണം ഒരു കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ സെയിം ലുക്ക് തന്നെയാണ്. പക്ഷേ ആ ഒരു ഇൻഹാൻസ് ഫീൽസും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റം ഉണ്ടാകും. എന്നാലും കാണാൻ ഒറ്റ നോട്ടത്തിൽ സെയിം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൻ്റെ ഡിസൈനൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. 200 ഗ്രാം വെയിറ്റും 7.9 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പിന്നീട് IP54 IP റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഡിസൈനിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്താണ് ഡിസ്പ്ലേ 6.7 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് മാത്രമേ വരുന്നുള്ളൂ, 120 Hz പോലും വരുന്നില്ല. അതുമാത്രമല്ല, ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത്, അല്ല ഡിസ്പ്ലേ ഫ്രണ്ടാണല്ലോ, സോറി, ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോത്തിലാണ് ക്യാമറ വരുന്നത്. പഞ്ചോളാണ് മാറിപ്പോയത്. വാട്ടർ ഡ്രോപ്പ് നോത്തിലാണ് സെൽഫി ക്യാമറ വരുന്നത്, U ടൈപ്പ് ആയിട്ടുള്ള. ഇത് ഏത് കൊല്ലം 2024-25 ആവാൻ പോകുന്നു. ഈ സമയത്താണോ ഈ വാട്ടർ ഡ്രോപ്പ് നോച്ചൊക്കെ ആയിട്ട് ഇറക്കുന്നത്, അതും ഈ പറയുന്ന 17,000 രൂപയുടെ ഫോണിൽ, 10, 17, 18 രൂപയുടെ ഫോണിൽ. ഇവിടെ മോട്ടറോള 8,000 രൂപയുടെ ഫോണിന് വരെ, അല്ലെങ്കിൽ 7,000 രൂപയുടെ മോട്ടറോള G45 തന്നെ ഈ പറയുന്ന പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് സാംസങ് ഒക്കെ ഭയങ്കര മോശം. ഇതൊക്കെ എന്താ ഇതെല്ലാം. അത് മാത്രമല്ല, താഴത്തെ ഒരു ബെസലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്നെസ് കൂടിയതാണ്. ഒരു കാണുമ്പോഴേ ഒരു പഴയ ഫോണായിട്ടാണ് തോന്നുന്നത് ഫ്രണ്ടിൽ നിന്നൊക്കെ. ബാക്ക് ഡിസൈൻ മാത്രമേ കൊള്ളുള്ളൂ, പക്ഷെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് പക്ക പഴഞ്ചനായിട്ടുള്ളൊരു ഫോണാണ്. ബാക്കി ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ല, 90 Hz ആണെങ്കിൽ പോലും നോ ഇഷ്യൂസ്. പക്ഷേ ഈ പറയുന്ന പഞ്ച് ഹോൾ ക്യാമറ ഒന്ന് കൊടുക്കാമായിരുന്നു. ചില മോഡലിൽ ഇവർ കൊടുക്കാറുണ്ട്, M സീരീസിലൊക്കെ ആണെങ്കിൽ, M35 ഇത് വരുന്നുണ്ട്. പക്ഷേ A സീരീസിലേക്ക് വരുമ്പോൾ അത് കാണുന്നില്ല. എന്നിട്ട് ഒരു മര്യാദയൊക്കെ വേണ്ടടേ. പിന്നീട് ക്യാമറ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നീട് 8 MB 8 ഇല്ല 5 MB ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 2 MB ഒരു മാക്രോ ക്യാമറ റിയറിൽ വരുന്നുണ്ട്. 13 MB ആണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. റിയറിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും 1080p 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 4K ആയിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതന്നെ A സീരീസിലേക്ക് വരുമ്പോൾ ഒരുപാട് കുറവുകൾ A സീരീസ് ഫോൺസിന് വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇതും ക്യാമറയും അത്ര നല്ല ക്യാമറയൊന്നും തന്നെ ഇതിൽ വരുന്നില്ല. സോ ഒരു ആവറേജ് ക്യാമറ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ദെൻ അടുത്താണ് പെർഫോമൻസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. MediaTekൻ്റെ Dimensity 6300 എന്ന ചിപ്സെറ്റാണ് കൊടുത്തുള്ളത്. 1UI 6.1 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്. 6 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ഒരു മെച്ചമായിട്ട് പറയാനുള്ളത്. പക്ഷേ
ഈ 6 വർഷമൊക്കെ ഈ പറയുന്ന ഫോണൊക്കെ എന്നൊക്കെ പറയുന്നത് ഔട്ട്ഡേറ്റഡ് എന്നൊക്കെ പറഞ്ഞ അച്ചാതി ലെവൽ. ഇപ്പോഴേ അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫോണാണ് ഫ്രണ്ട് വൈസ് എന്നൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഇനി ഒരു 6 വർഷമൊക്കെ ഇത് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇപ്പോഴേ പഴഞ്ചന്. ഇനി അപ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പോലും പറ്റില്ല. ഡിസൈൻ വൈസ് ഒക്കെ ഭയങ്കര ബോറായിരിക്കും. ബാക്ക് അല്ല കേട്ടോ, ഫ്രണ്ട് ഡിസൈനൊക്കെ. 6 വർഷത്തേക്കൊന്നും ഇത് ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പം തന്നെ ഗ്രീൻ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് സാംസങ്ങിലൊക്കെ ആണെങ്കിൽ തന്നെ. അപ്പം എന്നാൽ ലാസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നീട് പെർഫോമൻസ് ഞാൻ പറഞ്ഞു, അതായത് 6300 ഇത് എന്ന് പറയുന്നൊരു 10,000 രൂപയുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ചിപ്സെറ്റാണ് 20,000 രൂപ അല്ലെ 17-18 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് ഇവിടെ കൊടുക്കുന്നത്. എന്നാലും പെർഫോമൻസ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ ഫോൺ വാങ്ങിച്ചാൽ മതി. അല്ലാതെ ഒരു മെയിൻലി ഗെയിമിംഗ് ആയിട്ടൊന്നും ഈ ഒരു ഫോൺ ആരും വാങ്ങാൻ വേണ്ടി പോകരുത്. അങ്ങനത്തെ ഒരു ഫോണല്ല ഇത്. മെയിൻലി ഇത് ഓഫ്ലൈൻ ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം കാണാം. പിന്നീട് ബാറ്ററി 5000 mAh ബാറ്ററി, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ബോക്സിനകത്ത് ചാർജറോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. ഓൺലി കേബിൾ ആൻഡ് സിം ഇജക്റ്റഡ് ടൂൾ ആൻഡ് 2 യൂസർ മാനുവലിൽ 2 പേപ്പറൊക്കെ തന്നെ കിട്ടും. അത് മാത്രമേ കിട്ടുള്ളൂ. സോ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന 18,000 രൂപയാണ് ഒരാൾ കൊടുക്കുന്നത്. 17,739 രൂപയാണ് ഇപ്പോൾ ഓൺലൈനിലെ പ്രൈസ്. ഓഫ്ലൈൻ ആകുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും. ചിലപ്പോൾ പ്രൈസ് കുറഞ്ഞും കിട്ടും, കൂടിയും കിട്ടും. അങ്ങനെ ഒരു മെയിൻ ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എത്രയുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ പറയുന്ന ഓൾമോസ്റ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഒന്നും കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ ഒഴിച്ച് ബാക്കി എല്ലാം ബോറാണ്. ഡിസ്പ്ലേ കൊള്ളത്തില്ല, പെർഫോമൻസ് കൊള്ളത്തില്ല, ക്യാമറ കൊള്ളത്തില്ല, പിന്നെ ആകെ ബാറ്ററി അതും പറയാൻ വേണ്ടി പറ്റുന്നില്ല, ചാർജറില്ല. പിന്നെ അതിനൊന്നും ബെസ്റ്റായിട്ടൊന്നും പറയാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് വരുന്നുണ്ട്. സോ അതൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ഫോൺ അല്ല. ബട്ട് ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. AI പരിപാടിയൊന്നും അല്ല, ഗാലക്സി AI ഒന്നും ഇത് വരുന്നില്ല. ബാക്കിയുള്ള സാംസങ്ങിൻ്റെ വാലറ്റും അതുപോലെ ഒട്ടുമിക്ക ചെറിയ ചെറിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ അല്ലാതെ അങ്ങനത്തെ ഒരു മെയിൻലി ഇത് വാങ്ങുന്നവർ എങ്ങനത്തവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്ലൈനൊക്കെ പോയിട്ട് സാംസങ് ഫോൺ വേണം ഈ ഒരു പ്രൈസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് എടുത്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു ഫോണായിരിക്കും ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു മെയിൻലി നിങ്ങൾ ബാക്കി ഗെയിമിങ് പെർഫോമൻസ് അങ്ങനെ നോക്കിയിട്ടൊന്നും ഈ ഒരു ഫോൺ ആരും പോയിട്ട് വാങ്ങുന്നത് അങ്ങനത്തെ ഒരു ഫോൺ അല്ല ഇത്. മെയിൻലി ഒരു നോർമലായിട്ടുള്ള യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധാരണ ഒരു ഫോൺ അങ്ങനെ മാത്രം നോക്കുക. അല്ലാതെ ഈ ഒരു ഫോൺ ആരും പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വാങ്ങരുത്. സാംസങ് അല്ലേ ഭയങ്കര നല്ലതല്ലേ എന്നൊക്കെ പോയിട്ട് വാങ്ങരുത്. അതിനൊക്കെ വേറെ M സീരീസ് ഫോൺസ് M35 ഒക്കെ എടുത്തു. അത് നല്ല അടിപൊളി ഫോണാണ്. അതിൻ്റെ ഡിസൈനൊക്കെയാണ് കുറച്ച് കുറവായിട്ടുള്ളത്. പക്ഷേ ബാക്കിയൊക്കെ തന്നെ അതിന് ബെറ്ററാണ്. എല്ലാ പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അതെല്ലാം ബെറ്റർ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ബട്ട് ഇത് ഭയങ്കര ഒരു വെറുപ്പിക്കലായിട്ടുള്ള ഫോണാണ്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫോൺ അഭിനവ് സൈനിങ് ഓഫ്. Bye bye.